ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവയെ വെടിവെച്ചു കൊന്നു. മയക്കുവെടി ദൗത്യത്തിനിടെ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കടുവ ചാടിയതോടെയാണ് വെടിയുതിർത്തത്. ദിവസങ്ങളോളം ജനങ്ങളെ ഭീതിയിലാക്കിയ കടുവയാണ് ചത്തത്. വളർത്തുമൃഗങ്ങളെ കൊന്ന കടുവയെ വീഴ്ത്തിയത് 4 ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിലാണ്. ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി തേക്കടിയിലെ കടുവാ സങ്കേതത്തിലെത്തിച്ച് ചികിത്സ നൽകാനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. എന്നാൽ ഇന്ന് കടുവയ്ക്കടുത്തെത്തിയ ദൗത്യസംഘത്തിന് നേരെ അപ്രതീക്ഷിതമായി കടുവ ചാടി വീഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 ഗ്രാമ്പിയോട് ചേർന്നുള്ള അരണക്കലിൽ കടുവ വീണ്ടും എത്തി. ഒരു പശുവിനെയും നായയെയും കൊന്നു. തുടർന്ന് ഇതിനോട് ചേർന്നുള്ള തേയിലക്കാട്ടിൽ കടുവ വിശ്രമിച്ചു. ഡ്രോൺ നിരീക്ഷണവുമായി വനപാലക സംഘവും സമീപത്ത് തുടർന്നു. ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലായിരുന്നു ദൗത്യം. 11 മണിയോടെ സംഘം കടുവയ്ക്കടുത്തേക്ക്. 11:10 ആദ്യ ഡോസ് മയക്കുവെടി. അതേൽക്കാതെ വന്നതോടെ രണ്ടാമത്തെ മയക്കുവെടി. ഇതോടെ കടുവ ദൗത്യസംഘത്തിന് നേരെ ചാടി വീണു. വനം വകുപ്പ് ജീവനക്കാരനായ മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡും ഹെൽമറ്റും അടിച്ചു പൊട്ടിച്ചു. പിന്നാലെ പലതവണ സ്വയരക്ഷാർത്ഥം വനം വകുപ്പ് വെടിയുതിർത്തു. ഒരാഴ്ച മുമ്പാണ് ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ കാലിനു പരിക്കേറ്റ നിലയിൽ കടുവയെത്തിയത്. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതോടെ കൂട് സ്ഥാപിച്ച് പിടികൂടാൻ വനംവകുപ്പ് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എന്നാൽ കാലിനേറ്റ പരിക്ക് ഗുരുതരമാണെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും കണ്ടെത്തിയതോടെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 ദിവസം നടത്തിയ ദൗത്യവും വിജയിച്ചിരുന്നില്ല. ചത്ത കടുവയുടെ ജഡം നാളെ തേക്കടിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രാണരക്ഷാർത്ഥം ഉതിർത്ത വെടിയേറ്റ് കടുവ ചത്തെങ്കിലും ഗ്രാമ്പിയിലെ ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിനരാത്രങ്ങൾ അവർക്ക് ഉറക്കമില്ലാത്തതായിരുന്നു. വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ഈ കടുവ കൊല്ലുകയും ചെയ്തിരുന്നു. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.